വയനാട് ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ഇന്നലെയാണ് പത്മജ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതിപ്പോൾ എപ്പോഴാണ് സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇന്ന് 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഗുരുതര പരിക്കുകളില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ഇന്നലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പത്മജ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. കരാർ പ്രകാരമുള്ള പണം കോൺഗ്രസ് നൽകുന്നില്ല എന്നായിരുന്നു വിമർശനം. അതോടൊപ്പം കോൺഗ്രസിനോടുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 9 മാസം മുൻപാണ് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം കുടുംബത്തിന്റെ ആരോപണങ്ങളും കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ വളരെയേറെ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനിടയിലാണ് വീണ്ടും ഇവിടെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ പത്മജയുടെ പ്രതികരണം മാധ്യമങ്ങളടക്കം തേടിയത്. ആ സമയത്താണ് കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതും രൂക്ഷമായ വിമർശനം KPCC അടക്കം വിമർശിച്ചുകൊണ്ട് പത്മജ രംഗത്ത് വന്നതും. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. നിലവിൽ ആരോഗ്യനില കുഴപ്പമില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതില ലിനറ്റ്, നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമായിരുന്നു ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പത്മജയ്ക്കെതിരെ എന്തെങ്കിലും ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എന്താണ് ഇതിലേക്ക് വഴിവെച്ചത് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഈ പത്മജയുമായി ബന്ധപ്പെട്ട് പത്മജയുടെ ഭർത്താവിന് അസുഖം ആണ് എന്നും അതുമായി ബന്ധപ്പെട്ട് വളരെയേറെ കടത്തിലാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും ഇന്നലെ പത്മജ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ചകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ കോൺഗ്രസിനോട് പണം ചോദിച്ചപ്പോൾ അത് ലഭിക്കുന്നില്ല എന്നും അതോടൊപ്പം ഈ കരാർ എഴുതിയ രേഖകളൊക്കെ തന്നെ ഈ വക്കീലിന്റെ കയ്യിൽ ആണ്. എന്നാൽ ഈ വക്കീൽ ഈ ഒരു പത്രം, ഈ കരാർ ഒപ്പിട്ട പത്രം അവിടെയുള്ള KPCC പ്രസിഡന്റിന് വേണ്ടിയിട്ട് സിദ്ദിഖ് ചോദിച്ച് മാറ്റി എന്ന വിവരമാണ് ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പത്മജ ഇന്നലെ സംസാരിച്ചത്. ഈ 2 കോടിയോളം വരുന്ന രൂപയുടെ കടബാധ്യതയാണ് ഈ കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് അത് നൽകി തീർക്കാമെന്ന് കോൺഗ്രസ് കരാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ കരാറുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് എന്നാണ് ഇന്നലെ പത്മജ വിമർശിച്ചത്. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നോ അവരാരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല.